ലാലേട്ടൻ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? സീസൺ 7 ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കണ്ട ലാലേട്ടനെ അല്ല, അല്പം ഡിഫറൻ്റ് ആയൊരു ലാലേട്ടൻ. ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പണി തന്നെ. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും ഫ്രൈ ചെയ്യാനുള്ള അവസരം ലാലേട്ടൻ വിനിയോഗിച്ചു എന്ന് തോന്നുന്നു. ഒരു ഗെയിം ചേഞ്ചറായിട്ട് ലാലേട്ടൻ മാറും. കാത്തിരിക്കുക അല്ലേ. ഇപ്പം മുന്നിട്ട് നിൽക്കുന്ന പലരും പിന്നോട്ട് പോകാനും പിന്നിൽ നിൽക്കുന്ന പലരും മുമ്പോട്ട് പോകാനും സാധ്യതയുള്ള ഒരു സീസണായിട്ട് മാറുന്നു. ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? മറ്റേതൊക്കെയാണെങ്കിൽ 10, 30, 40 ദിവസം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇന്നാൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ സീസണിൽ ആര് ജയിക്കുമെന്ന് ഇത്രയും ദിവസമായിട്ടും നമുക്കൊരു പ്രവചനവും നടത്താൻ പറ്റിയിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, കുറച്ച് ദിവസം നമ്മൾ വിചാരിക്കും ഇന്നാൾ ജയിക്കും എന്ന് വിചാരിച്ചു, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിചാരിക്കും ആ ആൾ പോയിട്ട് മറ്റേ ആൾ ജയിക്കും എന്നുള്ളത്. അപ്പോൾ വോട്ടിംഗ് ഒക്കെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് അതേ അവസ്ഥ തന്നെയാണ്. ചിലവരൊക്കെ മുന്നേ കയറുന്നു, ചിലവരൊക്കെ പുറകോട്ട് വരുന്നു, അടുത്ത ആഴ്ച അവർ മുന്നോട്ട് വരുന്നു, ചിലർ മുന്നോട്ട് കയറുന്നു. അങ്ങനെയുള്ള അവസ്ഥ തന്നെയാണ്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും പുറത്തു പോകുന്നു. അങ്ങനെയൊക്കെ ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും കൃത്യമായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നില്ല. വോട്ട് ചെയ്യാതിരിക്കുക, എന്നിട്ട് തങ്ങളുടെ മത്സരാർത്ഥി വിജയിക്കും എന്ന് പറയുക, ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജെന്യുവിനായിട്ടുള്ള ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ കൃത്യമായിട്ട് സീസൺ 4 പോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ പ്രവചിക്കുന്ന പോലെയൊക്കെ സംഭവിക്കുക, അതുപോലെ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് കൃത്യമായുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഇല്ലാതായിരിക്കുന്നു എന്ന് പറയാം. പലരും ജയിക്കാൻ സാധ്യതയുള്ള പലരും ഉണ്ട്. അപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ PR വർക്കിനെ പറ്റിയാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലാലേട്ടനും പറഞ്ഞു, എല്ലാവർക്കും PR ഉണ്ട്. ആരെങ്കിലും PR ഇല്ല എന്ന് പറയുന്നെങ്കിൽ അത് ചുമ്മാതാണ്. കാശ് കൊടുത്ത് എത്ര പേര് PR നിർത്തുന്നു എന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റാതെ ഉള്ളൂ. പിന്നെ ഈ 16 ലക്ഷത്തിൻ്റെ PR അനിമോൾക്കുണ്ട് എന്ന് പറഞ്ഞത് അതൊരു കള്ളത്തരമാകാനാണ് സാധ്യത. 16 ലക്ഷം രൂപ കൊടുത്ത് PR എടുക്കാനൊന്നും ഈ ബിഗ് ബോസിനെ പോലുള്ള ഷോയിലൊന്നും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. 16 ലക്ഷത്തിൻ്റെ PR എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ PR ഇല്ലെങ്കിലും അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ഇത്രയൊക്കെ നിൽക്കും. പിന്നെ അനിമോളുടെ കളി കൊണ്ട് ഫൈനൽ 5-ലെത്താൻ പറ്റിയൊരു മത്സരാർത്ഥി തന്നെയാണ്. ഒരുപക്ഷെ കപ്പും കൊണ്ട് നേടാനും സാധ്യതയുള്ളൊരു മത്സരാർത്ഥി തന്നെയാണ്. പിന്നെ ഇതിലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെയാണ് PR-നെ പറ്റി എനിക്ക് തോന്നുന്നത്. അനിമോൾ ഏതെങ്കിലും രീതിയിൽ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി മാറും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ആരെങ്കിലും ആര് തന്നെ ആയാലും, അക്ബർ ആയാലും അനിമോൾ ആയാലും അനീഷ് ആയാലും ഷാനവാസ് ആയാലും ഈ PR പുറത്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ലെന്നേ. ഈ അകത്തെ കളി കണ്ട് നമുക്കും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഫാബുമോൻ ആരെങ്കിലും PR കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബുമോൻ ജയിക്കണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഫാബുമോനോട് വിചാരിക്കണം അല്ലേ, നല്ല കളി ജയിക്കണം. അതുപോലെ ബിന്നിക്ക് PR കാണും, പക്ഷെ PR വിചാരിച്ചുകൊണ്ട് മാത്രം ബിന്നി നിൽക്കണമെന്നില്ല. പിന്നെ കുറച്ച് ഭാഗ്യങ്ങളുമൊക്കെ വേണം. അതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരാൾ പുറത്തു പോകും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഷാനവാസിനെയാണ് ലാലേട്ടൻ ഫ്രൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ടാസ്ക് കുളമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഷാനവാസിനൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത് കേട്ടത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ കാര്യമില്ലെന്ന് തോന്നുന്നു. ഷാനവാസിൻ്റെ ടാസ്ക് കളിച്ചു. ഈ ടാസ്ക് കുളമാക്കുക എന്ന് പറയുന്നത് ആര് പറയുന്നതെല്ലാം വിശ്വസിക്കണമെന്നില്ലല്ലോ. അക്ബർ, ആര്യനെ, അതുപോലെ ലക്ഷ്മി, അത് ഷാനവാസിന് ഇഷ്ടം പോലല്ലേ ടാസ്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ആരും പറയുന്ന പോലെ എല്ലാം കേട്ട് ആര്യൻ്റെ കൂടെ നിൽക്കണം എന്ന് ഷാനവാസ് ചോദിക്കുന്ന നേരത്തുണ്ട്. ഷാനവാസ് ഇടയ്ക്ക് ചോദിച്ചു, അവന് ഇത് ടാസ്ക് വിജയിച്ചിട്ട് അവന് പ്രയോജനം കാണും, എനിക്കെന്താ പ്രയോജനം എന്ന് ചോദിച്ചത് കൃത്യമല്ലേ? എനിക്ക് തോന്നുന്നു ടാസ്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഷാനവാസിനോടൊപ്പം നിൽക്കാനാണ്. ഷാനവാസിൻ്റെ ഇഷ്ടം. ഷാനവാസ് അവിടെയുള്ള ഒരു ടാസ്ക് വിജയിക്കുക, ഒരു കൂട്ടർ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു കൂട്ടർ അത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ അക്ബറിന് അല്ലെങ്കിൽ ഷാനവാസിനെ വിളിക്കരുതാഞ്ഞു, ആര്യന് വിളിക്കരുതാഞ്ഞു ഷാനവാസിനെ വിളിച്ചുകൊണ്ടല്ലേ ഷാനവാസ് കൂടെ നിൽക്കാൻ പറ്റാതായിരുന്നത്. ഷാനവാസ് കൂടെ നിന്നില്ല, അത് ആ ടാസ്ക് പരാജയപ്പെട്ടു. അത് ഷാനവാസിനെ കുറ്റപ്പെടുത്തിയിടൊന്നും കാര്യമില്ല. ഷാനവാസിൻ്റെ കളി കളിച്ചു.
ഇപ്പം ഷാനവാഫ് അവരുടെ കൂടെ നിന്നിട്ട് ഷാനവാഫിന് എന്തുണ്ട് പ്രയോജനം എന്ന് കൃത്യമായിട്ട് അറിയാൻ വയ്യായിരുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഷാനവാഫിന് കൊടുക്കാം, അങ്ങനെയൊക്കെ സംസാരിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അപ്പം എനിക്ക് ആ ടാസ്ക് കുളമാക്കിയതിനെ പറ്റി ഷാനവാഫിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ ഈ ആര്യൻ്റെ അമ്മയ്ക്ക് വിളിച്ചു, അങ്ങനെയൊക്കെ ആര്യൻ അമ്മയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അനാവശ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു ഷാനവാഫിൻ്റെ കാര്യം. അപ്പോൾ അത് ഷാനവാഫ് പലപ്പോഴും ഉള്ള പ്രശ്നം എന്താ അറിയോ, ഷാനവാഫ് ഉരുണ്ട് കളിക്കുക. ഷാനവാഫിന് വേണമെങ്കിൽ ടാസ്കിൻ്റെ കാര്യത്തിൽ പറയായിരുന്നു, ലാലേട്ടാ എനിക്കറിയില്ല, എനിക്ക് ഒരു ടാസ്ക് എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ അവർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഞാനത് കുളവാക്കി, അത് എൻ്റെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ലായിരുന്നു. ഈ ഉരുണ്ട് കളിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും പല കാരണത്തിലും ഷാനവാഫ് അറിയില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഷാനവാഫ് പലപ്പോഴും നീങ്ങുന്നത്. അതുപോലെ ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, ഏത് കാര്യം പറഞ്ഞുള്ള കാര്യം ഷാനവാഫ് അതിൻ്റെ ഇടയ്ക്ക് വീഴും. അതുതന്നെയാണ് ഇവിടുത്തെ ഷാനവാഫ് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ മത്സരാർത്ഥികളും അങ്ങനെയാണ്. ലാലേട്ടൻ അവിടെ നിന്ന് പറയുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഒരാൾ പറയുന്നതിന് ഉത്തരം അയാൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവർ തുടങ്ങും. അത് മോശപ്പെട്ട പ്രവണതയാണ്. ഒരു ഫീഫണിലും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഈ ഫീഫൺ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അത് ലാലേട്ടനെ അവമാനിക്കുന്നതിന് തുല്യമാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് തന്നെ ലാലേട്ടനും തുറന്നു പറഞ്ഞു എന്ന് തോന്നുന്നു. ഇനി അവർക്ക് അല്പമെങ്കിലും ബോധമുണ്ടാകും എന്ന് തന്നെ തോന്നാം. അങ്ങനെ ഷാനവാഫിൻ്റെ ഫ്രൈ തന്നെയായിരുന്നു ഒരു വിഷയം. ഞാൻ പറഞ്ഞില്ലേ, ഷാനവാഫ് പലപ്പോഴും ലാലേട്ടൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറയാതെ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ പഠിച്ച് കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷാനവാഫ് പരത്തിക്കൊണ്ടിരുന്നത്. അത് ലാലേട്ടൻ ഏതായാലും വലിച്ചു കീറി പിത്തിക്കൊട്ടിക്കുന്നത് കണ്ടു. അത് കൃത്യമായിട്ട് ഷാനവാഫിന് കുറിക്ക് കൊള്ളുന്ന പോലെ തന്നെയാണ്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഷാനവാഫ് ചിലപ്പോൾ ഇറങ്ങി പോകുമോ എന്ന് തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ ഷാനവാഫിന് ലാലേട്ടനോട് എതിർത്ത് സംസാരിക്കുമോ എന്നൊക്കെ തോന്നിപ്പോയി. ഷാനവാഫിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഷാനവാഫിന് സ്വന്തം കുറ്റങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി കുറവാണ്. അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, കൂടിയിലൂടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഷാനവാഫിൻ്റെ പേര് വന്നു. അനീഷ് ജയിലിൽ വെച്ച് ലക്ഷ്മിയോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഷാനവാഫിനോട് അനീഷിന് എത്ര പകയുണ്ടെങ്കിലും നോമിനേറ്റൊക്കെ ചെയ്യും. അത് ലാലേട്ടൻ പറഞ്ഞു, നോമിനേറ്റ് ചെയ്യും, പക്ഷേ അവിടെ നിൽക്കണമെന്ന് താല്പര്യമുള്ളത് ഷാനവാഫിനോടാണ്. അത് നമുക്ക് എല്ലാം അറിയാം. എനിക്ക് തോന്നുന്നു ഷാനവാഫ് കഴിഞ്ഞാൽ ഒരുപക്ഷെ അനുമോൾ അവിടെ നിൽക്കണമെന്നായിരിക്കും അനീഷ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ അനീഷിൻ്റെ പക്ഷേ ഗെയിമിന് ഇങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യത്തില്ല എന്ന് അനീഷ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷാനവാഫിനോട് ചോദിച്ചു ആരിവിടെ നിൽക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ നിൽക്കണമെന്നാണ് പറഞ്ഞത്. അത് പൊളിച്ചെടുക്കുന്ന ലാലേട്ടനെ നമ്മൾ കണ്ടു. ഷാനവാഫ് അനീഷിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. അത് കൃത്യമായിട്ട് അനീഷിൻ്റെയൊക്കെ മുഖം നോക്കിയിട്ടാണ് എല്ലാവരും നോക്കുന്നത് കണ്ടു. അപ്പോൾ അനീഷില്ല എന്ന് ഒന്നും വിചാരിച്ചല്ല പറഞ്ഞത്. ഏതായാലും അവിടെ ഉരുണ്ട് കളിക്കുന്ന ഷാനവാഫിനെ നമ്മൾ കണ്ടു. ആകപ്പാടെ മണ്ണ് പുരണ്ടു പോയി ഷാനവാഫിനെ കേട്ടോ. അങ്ങനെ അതും പൊളിച്ചെടുക്കുന്ന ലാലേട്ടനെയും നമ്മൾ കണ്ടു. അങ്ങനെ ഷാനവാഫിൻ്റെ ദിവസം ഷാനവാഫ് വിചാരിച്ച് കാണും ഈ ദിവസം ഈ ബിഗ് ബോസ് വേദിയിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഷാനവാഫ് വധവായിരുന്നു. ഷാനവാഫിനെ ഫ്രൈ ചെയ്തു ഒരു പരുവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അമ്മച്ചി ഉമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ഷാനവാഫിന് കൃത്യമായിട്ടൊരു എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഷാനവാഫ് കുറച്ച് ദിവസം കൊണ്ട് കളിക്കുന്ന കളിയെല്ലാം ഫേക്ക് കളിയാണ്, ബോറാണ്, ടാസ്ക് എല്ലാം കുളവാക്കുകയാണ് എന്നൊക്കെ ആ ഉമ്മ പറഞ്ഞുകൊണ്ടല്ലോ കൃത്യമാണ്. ഇതുപോലെ പുറത്ത് നിന്നൊരു ഹിൻഡ് കൊടുക്കാൻ വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അത് കൃത്യമായിട്ട് ഷാനവാഫിന് കിട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഷാനവാഫ് നല്ല കളി കളിക്കുകയാണെങ്കിൽ അത് ഷാനവാഫിന് നേട്ടമായിരിക്കാം. ഒരുപക്ഷെ ഫൈനൽ 5-ലെത്തേണ്ട ഒരു മത്സരാർത്ഥിയാണ്. ലാലേട്ടൻ ഷാനവാഫിനോട് ചെയ്തതെല്ലാം നല്ല കാര്യങ്ങളാണ്. കാര്യം പുറത്തുള്ള പല കാര്യങ്ങളും ഷാനവാഫിന് ചോർത്തി കൊടുത്തു എന്ന് തന്നെ എനിക്ക് തോന്നി. കാരണം ഈ ഉമ്മയെ കൊണ്ട് പറയിപ്പിച്ചു. ഷാനവാഫ് കളിച്ചുകൊണ്ടിരുന്നതല്ല, അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവരും പറഞ്ഞത്. ഷാനവാഫിനെ ലാലേട്ടനെ കൊണ്ട് ഫ്രൈ ചെയ്യിപ്പിച്ചെങ്കിലും ഷാനവാഫിനോടൊരു സിമ്പതിയുണ്ട്, ഷാനവാഫിനോടൊരു മമതയുണ്ട് എന്നൊക്കെയാണ് ഇന്നലെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്.
കാരണം കൃത്യമായിട്ടുള്ള ഹിൻറ്റ് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കും കൊടുത്തില്ലെങ്കിലും ഷാനവാഫിന് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഷാനവാഫ് മനസ്സിലാക്കിയാൽ ഷാനവാഫിന് കൊള്ളാം, ഫൈനൽ 5-ലെത്തും എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരാൾ പുറത്താകും എന്ന് കാണുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ ബൈ.